ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കുണ്ടല്ലോ ഇന്ന് കുറച്ച് നല്ല തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് മക്കൾസിനോട് പറഞ്ഞു ഡ്രസ്സ് ഓർഡർ ചെയ്യും. പക്ഷേ ഇവർക്ക് ഭയങ്കര മടിയാണ് സെലക്ട് ചെയ്യാൻ. അപ്പം ഇവർ എന്ത് ചെയ്തു, അതിനൊന്നും നിന്നില്ല. എന്നിട്ട് ലാസ്റ്റ് ടൈം ഞാൻ നല്ല ചീത്തെല്ലാം കൊടുത്തപ്പോൾ അവർ ഓർഡർ ചെയ്തപ്പോൾ പാൻറ്റ് വന്നിട്ടുണ്ടായിന്, ടോപ്പ് വന്നിട്ടില്ല. അപ്പം നാളെ പെരുന്നാളല്ലേ. അപ്പം ഞാൻ മക്കൾസിനോട് പറഞ്ഞു നമുക്ക് ഒരു 3 മണി വരെ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണേ. അപ്പം അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ചായ ആക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പത്തലാണ് ചൂടുന്നത്. പത്തലിന് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ചെടി നനക്കാനുണ്ട്, അടിച്ചു വാരാനുണ്ട്. അങ്ങനെ ചായയും ഞാൻ ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞു വർക്കേരിയാണ്. അപ്പം എനിക്ക് അത്ര ഇഷ്ടമല്ലേ കുഞ്ഞു വർക്കേരി അധികം കാണിച്ചു തരാൻ. ഒരു കുഞ്ഞു വർക്കേരി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം ഇങ്ങനെ പണിയെടുക്കാം, അത്രയേ. പൊട്ടത്തിയായി ഞാൻ വീട് പണിയെടുക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിച്ചില്ല, വർക്കേരിയൻ്റെ കാര്യമൊന്നും. എൻ്റെ വിചാരം തറയെല്ലാം കാണുമ്പോൾ നല്ല വലിയ വർക്ക് ഏരിയയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഭയങ്കര പൊങ്ങച്ചായിരുന്നു. വലിയ വർക്ക് ഏരിയയെന്ന് എനിക്ക് നല്ല പറഞ്ഞു നോക്ക് എടുത്താകുമ്പോഴത്തേക്കും ഒരു കുഞ്ഞു വർക്ക് ഏരിയ. ഇപ്പം എനിക്ക് ഒറ്റക്ക് പ്രശ്നമില്ല, മക്കളെല്ലാം കൂടിയിട്ട് കിച്ചണിൽ വരുമ്പോൾ പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചെടി നനക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം ചെടിയിൽ സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് ബോഗൻവില്ല പ്രാന്തത്തെയാണ്. അതുകൊണ്ട് ഏകദേശം കുറച്ച് ബോഗൻവില്ല എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഇതിൻ്റെ എന്താ പറയണ്ടേ, വളമിടുന്നതിനെ കുറിച്ചൊന്നും എനിക്ക് മുമ്പ് അത്ര ധാരണ ഇല്ലേനു. ഇപ്പോൾ ഈ അടുത്ത് ഞാൻ യൂട്യൂബെല്ലാം കാണുമ്പോഴാണ് അതിന് ഇന്നതിടണം, മാസത്തിലിടണം എന്നെല്ലാം എനിക്ക് മനസ്സിലായത്. അങ്ങനെ കുറച്ച് ഇതാക്കിയപ്പോൾ ഈ സൈഡിലില്ലെല്ലാം കുറച്ച് ഞാൻ പൂവന്ന്. അപ്പം അങ്ങനെ അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് വരില്ല നമുക്ക് ഉറപ്പായി. അപ്പോഴേ ഞാൻ പറഞ്ഞു മക്കളോട് നമുക്ക് എന്തായാലും പോവാം, ഡ്രസ്സ് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോവേനെ. നല്ല മഴ പെയ്യുന്നുണ്ട്, ഇടയ്ക്ക് മഴ വരുന്നുണ്ട്, ഇടയ്ക്ക് നല്ല ഇങ്ങനെ നല്ല കാലാവസ്ഥ. അങ്ങനെ നമ്മൾ പോവേനെ. പിന്നെ എൻ്റെ ചെറിയ മോളെന്ത് ചെയ്യുന്നു പറയുക, ഓളെ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ച് അവൾക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ എല്ലാം വേഗം ചെയ്ത് വെക്കും. ബാക്കി രണ്ടാളും നമ്മളിങ്ങനെ കുത്തണം. അപ്പോഴവർ കുറേ ലേറ്റായിട്ടാണ് ഓർഡർ ചെയ്തത്, അതുകൊണ്ട് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ കുറച്ച് റോഡിലെത്തിയപ്പോൾ നമുക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓട്ടോക്കാണ് നമ്മൾ ടൗണിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ടൗണിലേക്ക് പോകുന്നേ. അപ്പോൾ നമ്മൾ ഈ വെക്കേഷനിൽ എവിടെയല്ലോ പോകണമെന്നെല്ലാം പ്ലാൻ ഇട്ടിന്. ആ എടുക്കാൻ എൻ്റെ ഉപ്പാക്ക് സുഖമില്ലാണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എവിടെ പോകാൻ പറ്റിയില്ല. അപ്പം മക്കൾ പറഞ്ഞ് ടൗണിൽ പോയപ്പം പറഞ്ഞു നമുക്ക് എന്തായാലും എന്തെങ്കിലും ഫുഡെല്ലാം വാങ്ങി കഴിച്ചിട്ട് വീട്ടിൽ പോവാം, നമ്മൾ എവിടെ പോയില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് ഓരിങ്ങനെ പരാതി പറയുന്നുണ്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞു എന്താ ഓക്കെ. മൂത്ത മോള് വന്നിട്ടുണ്ടായിരുന്നു പെരുന്നാൾ പ്രമാണിച്ചിട്ട്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഡ്രസ്സെല്ലാം വാങ്ങി വീട്ടിലേക്ക് പോവേന്നെ. പോയി വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ മക്കൾ പറഞ്ഞ് നമുക്ക് രാത്രി ഫുഡൊന്നും വേണ്ടോമ്മ എന്ന് പറഞ്ഞാണ് പോയി. രാത്രിക്ക് ഇവരെ പെരുന്നാളിൻ്റെ മൈലാഞ്ചി വെക്കലും കാര്യങ്ങളെല്ലാം നടന്നേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഉപ്പാൻ്റെ പൂച്ചയും വന്നിട്ടുണ്ടേ. എനിക്ക് പൂച്ചനെ ഭയങ്കര പേടിയാണ്. എന്തോ ചെറുതിലെന്തോ സംഭവമായിരിക്കണം, എനിക്ക് ഭയങ്കര പേടിയാണ്. പൂച്ചനെ കാണാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എന്നല്ലാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ തൊട്ടിട്ടില്ലേ. അപ്പോൾ ഇവൻ വിളിച്ചാലേ വരും, അങ്ങനെ നമ്മൾ പറഞ്ഞാടി ഇരിക്കും, അങ്ങനെയല്ലേ ചെയ്യും. അപ്പം മക്കൾസെല്ലാം ഇരിക്കുമ്പോൾ ഓനടി ഇരിക്കും. ഓൻ എന്തെങ്കിലും നമ്മളിങ്ങനെ വർത്താനം പറയുമ്പോൾ ഇങ്ങനെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മക്കൾസിൻ്റെ മൈലാഞ്ചി ഒപ്പെല്ലാം കഴിഞ്ഞപ്പോൾ ഇവന്മാർ പാതിരാത്രിക്ക് പറയുന്നത് എനിക്ക് വിശക്കുന്നത്. എന്നിട്ടപ്പം എൻ്റെ അനിയത്തിൻ്റെ വീട് അടുത്തുനിന്ന് അപ്പം എൻ്റെ അനിയത്തി ഓൾ കറി വെച്ചിട്ടുണ്ടായിരുന്നു. കറിയെല്ലാം കൊണ്ടു തന്നെ ഞാൻ വേഗം നെയ്ച്ചോറെല്ലാം വെച്ച് അങ്ങനെ കൊടുത്തു. ഇവർ ഫുഡ് കഴിക്കുന്നത് ഏകദേശം 1 മണി ആ ടൈമിലാന്നേ. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ഇവരെ വിശ്വസിച്ചിട്ട് നമുക്ക് പിന്നെ രാത്രി ഫുഡ് ഉണ്ടാക്കാണ്ട് നിന്നിട്ട് കാര്യമില്ല, ഇവർക്ക് പൈരൊക്കെ എന്തായാലും വിശക്കും എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഞാൻ പെരുന്നാൾ തലേന്നായതുകൊണ്ട്